ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയം ജേണി. റെട്രോ നടിപ്പിൻ നായകൻ സൂര്യ, കാർത്തിക് സുബ്ബരാജ്, നമ്മുടെ പൂജ ഹെഗ്ഡെ, അതുപോലെ ജയറാമേട്ടൻ, ജോജു, ഇങ്ങനെ തുടങ്ങിയ വലിയ കാസ്റ്റ് ഉണ്ട്. എന്തായാലും കാർത്തിക് സുബ്ബരാജ് പടം ഇതുകൊണ്ട് പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ സൂര്യയുടെ ഒരു വലിയ കംബാക്ക് ഈ സിനിമയിലൂടെ വരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും റെട്രോ ട്രെയിലർ സൂര്യ, പൂജ ഹെഗ്ഡെ, കാർത്തിക് സുബ്രാജ്, സന്തോഷ് നാരായണൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് 43 സെക്കൻഡിന്റെ ട്രെയിലറാണ് തന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും 1 by 1 ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റുകളായിരുന്നു. ഇത് അതുക്കും മേലെ പോകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തായാലും ഫുൾ വോയിസിൽ വെക്കുക, അപ്പോഴേക്കും അതിൻ്റെ ഒരു ഇംഗ്രിത ഉണ്ടാവുക. ലെറ്റ്സ് ഡു ഇറ്റ്. റെഡി. വെൽക്കം 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 10 നിമിഷത്തില് മാൻകറി ബിരിയാണി റെഡി. അതുവരേക്കും ഒരു ഷോ ഓട്ടിയാ ഓട്ടാ ഓട്ടാ. சுவாசிக போர் கொடுக்கிற போதை இருக்கு. போய் இந்த ரத்தம் சண்டை திடீர்னு பீஸ் டெமோக்ரசி எல்லாத்தையும் விட்டுட்டு வீட்டுல உட்கார்ந்துட்டு தின்னுட்டு தூங்கிட்டே இருங்க. சிரிச்சிட்ட எதுவுமே சரியாவலடே. அடிதடி கட்ட பஞ்சாயத்து ரத்த கலரி ரவுடித்தனம் எல்லாத்தையும் இந்த நொடியோட விடுதேன். நான் இடப்பட்ட இந்த வாழ்க்கை அவளை கிட்டத்தட்ட ஒரு புத்தராகும், என்ன கிட்டத்தட்ட ஒரு அரக்கனாகும் மாத்திருச்சு. இந்த அடிதடி ரத்தம் ஏதோ போல போவாது. நிறைய அளவிச்சிட்ட பாரு. இவ்வளவுதான். எப்போ வருவான்? சிறப்பான தரமான சம்பவம் இனி பாப்பீங்கடா. மனுஷன் எல்லாரும் பல்சையும் பிடிச்சிட்டான். இன்னும் என்னென்ன ஆட்டம் ஆட போறானோ. நாளை ஊரே கைகுட்டி தட்ன பொழந்துரும், தட்ன பொழந்துருச்சு, தட்ன பொழந்துரும், தட்ன பொழந்துருச்சு. Can't a old man sleep peacefully? உண்மையான போர் வரணும்னு தான் காத்திருக்கோம். போய் சீக்கிரம் வர சொல்லு அந்த ஒருத்தன். ഇങ്ങോട്ടാണ് പോകുന്നല്ലേ? ഫസ്റ്റ് മെയ് 2024. വിചാരിച്ച രീതിയിലുള്ള ഒരു ട്രെയിലറേ അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എന്ന് വേണം പറയാൻ. കാരണം ഇതിന്റെ മറ്റുള്ള ഗ്ലിംസുകളോ ടീസറിനല്ല വന്നിട്ടുള്ളത് ആയിരിക്കാം. എന്തായാലും അതല്ലാതെ വന്നിട്ടുള്ള പാട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒരു സ്ട്രെയിറ്റ് ഒരു ട്രെയിലറാണ്. ഞാൻ വിചാരിച്ചത് പേഴ്സണലി ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള എന്താണ് സംഗതി എന്നുള്ളതിന്റെ മീൻസ് കഥ പറയുന്നുള്ളതല്ല, എന്നാലും ഭയങ്കര ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് മാസ് പരിപാടികളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സാധനമായിരിക്കും ഞാൻ വിചാരിച്ചത്. ബട്ട് ഇവിടെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഇവിടെ ട്രെയിലർ നമുക്ക് തന്നിട്ടുള്ളത്. പറഞ്ഞ ഡയലോഗ് തന്നെ, ആ ചിരിച്ചിട്ടില്ല ആ സാധനം 3-4 വട്ടം പറയുന്നു. അതുപോലെ ഡയലോഗ് മറ്റേ പൊളന്തിടും, എന്തോ ഡയലോഗ് വെച്ച് പൊളന്തിടിച്ച് ആ സാധനം തന്നെ 3 വട്ടം പറയാ, റിപ്പീറ്റ് അടിച്ച് ചില സാധനങ്ങൾ കാണിക്കുക. അങ്ങനത്തെ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നി. എനിക്ക് തോന്നുന്നു ഒരു കറക്റ്റ് പറഞ്ഞാൽ സിനിമ അങ്ങനെ നല്ല പറയട്ടെ, ഞാൻ മേക്കിങ്ങിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജിഗർദണ്ഡ സ്റ്റൈലാണ്. ജിഗർദണ്ഡ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അറിയാലോ, അത് മാസ് വരേണ്ടടുത്ത് മാസും ക്ലാസ് വരേണ്ടടുത്ത് ക്ലാസും കോമഡിയും കാര്യങ്ങളും എല്ലാം മിക്സ് ചെയ്ത് വളരെ രസമായിട്ടൊരു നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു മേക്കിംഗ് സംഭവമാണല്ലോ. കാർത്തിക് സുബ്ബരാജ് മൂവി ഓഫ്കോഴ്സ് നമ്മൾ വിചാരിക്കുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ പോലും ഈ സിനിമ ആ രീതിയിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബട്ട് ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് പുള്ളി അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്.
പക്ഷെ ഒരു ഫ്രെയിംസ്, അതിൻ്റെ സ്റ്റൈൽ, പറയുന്ന ഡയലോഗ്സ്, അതിൻ്റെ ഇൻറ്റൻസ്, അതുപോലെ പലതരം ക്യാരക്ടേഴ്സ്, ഭയങ്കര ഫാൻസി കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഭയങ്കര ഫാൻറ്റസി ആയിട്ടുള്ള കുറെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ നാസറിന്റെ ക്യാരക്ടർ ആണെങ്കിലും അതുപോലെ ജയറാമേട്ടന്റെ ക്യാരക്ടർ പക്ഷെ എനിക്ക് ഈ തമിഴിലും തെലുങ്കിലും ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന രീതിയിലുള്ളൊരു സംഭവമാണോ എന്നുള്ളൊരു ഡൗട്ടും കൂടെ അവിടെ ഉണ്ട്. ബട്ട് ലുക്ക് വൈസ് കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് വന്നിട്ടുള്ള സിനിമയുടെ പേരെന്തായിരുന്നു, ശങ്കറിന്റെ ലാസ്റ്റ് വന്നൊരു പടം ഉണ്ടല്ലോ, ഗെയിം ചേഞ്ചർ. അപ്പൊ അതിലുള്ള ഇത്തരത്തിലൊരു വെറുതെ നോളക്കോമ്പടി അടിക്കാൻ വേണ്ടി ഒരാൾ എന്ന രീതിയിൽ ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ കാർത്തിക് സുബ്രാജ് ആയതുകൊണ്ട് തന്നെ വെറുതെ കൊണ്ടുവന്ന ഒരാളെ പോസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ പുള്ളിയുടെ രീതി അത് തന്നെയാണ്, ഭയങ്കര ഒരു കൊമേഡിയൻ ആയിട്ടുള്ള ഒരു ജോക്കർ ടൈപ്പ് ക്യാരക്ടർ തന്നെയാണ് ഇതിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ എനിക്ക് തോന്നുന്നു ഡാഡി കമ്മിങ് ബേബി എന്നോ അങ്ങനെ എന്തോ ഒരു സാധനം പറയുന്നത് നമ്മളെ ജോജു, കറക്റ്റ് ഡയലോഗ് അതല്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ ജോജുവിന്റെ ക്യാരക്ടറൊക്കെ നല്ല ടോപ്പ് ക്യാരക്ടറിനെ ആവാനുള്ള സാധ്യത ഉള്ളത്, ആൻഡ് വില്ലനായിട്ട് കാണിച്ചിട്ടുള്ളതാണെങ്കിലും മൊത്തത്തിൽ എനിക്കൊരു ജിഗർദണ്ഡ വൈബാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു, ജിഗർദണ്ഡ പോലത്തെ ഒരു പടം എന്നല്ല, കാരണം നമ്മൾ സിനിമ കണ്ടിട്ടില്ല. പക്ഷെ ഇതിന്റെ ഫ്രെയിമിങ്ങും അവതരണ രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ജിഗർദണ്ഡയാണ് മനസ്സിലേക്ക് വരുന്നത്. സൂര്യയും അതുപോലെ നമ്മുടെ ചെക്കനൊക്കെ ഞാൻ ഒരിക്കലും എനിക്ക് തോന്നുന്നു സൂര്യ അല്ല കേട്ടോ, പേര് മാറിപ്പോയി, സൂര്യയുടെ മുകളിലൊന്നും ഒരിക്കലും ഒരാൾ ചെയ്യും ഞാൻ വിചാരിച്ചാൽ. പക്ഷെ ജിഗർദണ്ഡയില് പുള്ളി വേറെ ലെവലാക്കിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈക്വലി തന്നെ പ്രാധാന്യമുള്ള കഥാപാത്രം നമുക്ക് പറയാം. അതുപോലെ ഇതിൽ പക്ഷെ അങ്ങനെ വരാനുള്ള സാധ്യത കാണുന്നില്ല, കാരണം ഇതിൽ കംപ്ലീറ്റ്ലി സൂര്യ സ്കോർ ചെയ്യും. കാരണം സൂര്യയുടെ മുകളിൽ വരാനൊരു കഥാപാത്രം ഇതിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ജോജു ആണെങ്കിൽ പോലും സൂര്യയുടെ മുകളിലൊക്കെ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ സ്വാഗും സ്റ്റൈലും ആ ഒരു പരിപാടി ഉണ്ടല്ലോ, മൊത്തം ഒരു ഓറ ക്രിയേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അത് സൂര്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന് കിട്ടേണ്ട ഡയറക്ടറുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ടതിന്റെ മാക്സിമം അവർ യൂസ് ചെയ്യും. അത്തരത്തിൽ നടിപ്പിൻ നായകൻ സൂര്യ. ഞാൻ വീണ്ടും നടിപ്പിൻ നായകൻ എന്ന് പറയുന്നത് അഭിനയം കൂടി ഞെട്ടിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ കറക്റ്റ് കാർത്തിക് സുബ്രാജിനെ പോലെയുള്ള ഒരു സംവിധായകന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ ഡിഫറെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, എന്നാൽ അദ്ദേഹത്തിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ രസകരമായിട്ട് ഗൂസ് ബംസ് ഉണ്ടാകുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്. അതുപോലെ പൂജ ഹെഗ്ഡെ, പുള്ളിക്കാരി ഞാൻ പറഞ്ഞ പോലെ ഡീഗ്ലാം ചെയ്തിട്ടാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പുള്ളിക്കാരി മിണ്ടാൻ പറ്റാത്ത ഒരാളാണ്, ഓമയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഡയലോഗ് പറയുന്നുണ്ട്. അപ്പൊ ഓമയൊന്നും അല്ല, അങ്ങനെ വളരെ റയർ ആയിട്ട് വന്ന് സംസാരിക്കുന്ന ടൈപ്പ് ക്യാരക്ടറൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ 2 ആളുകൾ ഉണ്ടാവാം, ഇരട്ടാസ് ട്വിൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പുള്ളിക്കാരി ഒരു വില്ലത്തി ടൈപ്പ് പരിപാടി ഉണ്ടാവും, അറിയില്ല, എന്തായാലും കണ്ടറിയാം. പിന്നെ ഒരു കാര്യത്തിൽ ഉറപ്പാണ്, പുള്ളി ഭയങ്കരമായിട്ടുള്ള ഒരു വില്ലനിസം കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഒരു ഗ്യാങ് അടി പിടി തല്ല് കുത്ത് കൊല അറിഞ്ഞ് നടക്കുന്ന ആളാണ് സൂര്യ. പ്രണയത്തിന് വേണ്ടി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്, നിർത്താന്ന് വാക്ക് കൊടുക്കുന്നുണ്ട്, ബട്ട് കഴിയുന്നില്ല. പുള്ളിക്ക് അത് ചെയ്യല്ല, നിവർത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ പിന്നെ പ്രണയം ഭയങ്കരമായിട്ട് പിടിച്ച് നിർത്താൻ ശ്രമിക്കുമ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടാകുന്നു. പിന്നെ പറയുന്നത് ഇന്ന് മുതൽ നിങ്ങൾ എന്തോ ഒരു സംഭവം പാപ്പ എന്ന് പറയുന്നുണ്ട്, ഇറങ്ങണം ആഹാ എന്ന് പറഞ്ഞു. അപ്പോൾ കിടിലൻ ഫൈറ്റും കിടിലൻ മാസ് സാധനങ്ങളും കാണാൻ പറ്റും എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടൊരു സാധനം കണ്ട ഫീലാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളിലുണ്ട്. ബട്ട് വിചാരിച്ച ടൈപ്പ് ഒരു ട്രെയിലർ അല്ല, പക്ഷെ ഒരു തരത്തിലും എക്സൈറ്റ്മെന്റ് കുറക്കാതെ മാക്സിമം ഇതൊന്ന് കാണല്ലോ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വെക്കാൻ ഈ ട്രെയിലർ എന്നെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. കാണാം, കാണുന്നവരെ